ഹായ് ഹലോ എവ്രി വൺ, അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. സ്പെഷ്യൽ ബീഫ് മന്തി റെസിപ്പിയാണ് കേട്ടോ ഇന്ന് ഉണ്ടാക്കുന്നുള്ളത്. അടിപൊളിയായിട്ട് എങ്ങനെ ബീഫ് മന്തി ഉണ്ടാക്കാമെന്നാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുമ്പോൾ. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ ഫുള്ളായിട്ട് കാണാം. നമുക്ക് നേരെ വീഡിയോ. അപ്പോൾ ഇത് നമ്മൾ മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ബീഫാണല്ലോ, ബീഫ് മന്തിയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ബീഫ് എടുത്തിട്ട് ഐസ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഐസ് കളയാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളത് ബസ്മതി സെല്ലാണ് കേട്ടോ. ഇതിൽ വൈറ്റും വരും ഗോൾഡും വരും. നമ്മളിപ്പോൾ ഗോൾഡാണ് എടുത്തിട്ടുള്ളത്. അതിൽ ഏതാ വേണമെങ്കിൽ എടുക്കാം കേട്ടോ. നമ്മൾ ഉണ്ടാക്കലധികവും ഗോൾഡ് തന്നെയാണ്. സോ നമ്മളിതാ പിന്നെയെന്ന് വെച്ചാൽ മന്തി ഉണ്ടാക്കാൻ എല്ലാവർക്കും പറ്റും. കാരണം പ്രത്യേകിച്ച് റൈസിൽ കുക്കാണ് കേട്ടോ മെയിൻ. അത് കുറച്ചൊരു ഇതില്ലോ, പക്ഷെ അളവിലൊന്നും വലിയ ഇതൊന്നുമില്ല. അളവൊക്കെ എങ്ങനെ നമുക്ക് എടുക്കാം. എന്താണെന്ന് വെച്ചാൽ അളവ് വേണ്ട ഇതിന്. ഇതെന്ന് വെച്ചാൽ ഊറ്റിയെടുക്കുന്ന റൈസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അളവില്ലാണ്ട് തന്നെ അരിയെടുക്കാം. അതുകൊണ്ട് തന്നെ നമ്മൾ എന്താക്കുന്നത് വെച്ചാൽ 1 കിലോൻ്റെ ഒരു പാക്കറ്റാണ് ഉണ്ടായത്. അപ്പോൾ അതും ഇട്ട് പിന്നെ മുന്നേ വെച്ചിട്ടുണ്ടായിരുന്ന ബാക്കി അരി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതവിടെ വെക്കേണ്ട വെച്ചിട്ട് അതും കൂടി മൊത്തത്തിലിട്ട്. പക്ഷെ വെച്ചിട്ട് വന്നപ്പം മസാല കുറച്ച് നമുക്ക് ആവശ്യത്തിനുള്ളത് ഉണ്ടായിരുന്നു. പക്ഷേ മസാല അധികമായി, മസാല കുറച്ചും ചോറ് അധികമായി ഇട്ടാക്കണം. ചോറ് കുറച്ച് അധികമായിരുന്നു. പിന്നെ പ്രശ്നമൊന്നുമില്ല. എന്നിട്ട് ഇതാ ഒരു വലിയ സ്പേസ് ഉള്ള അത്യാവശ്യം നല്ല വിട്ട് നിൽക്കാൻ പറ്റിയ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഒരു ബിരിയാണി ചെമ്പ് അങ്ങനത്തെ എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് നമ്മൾ സാദാ വെള്ളം ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഉപ്പ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇനിയിലേക്ക് കുറച്ച് സ്പൈസസ് ഒക്കെ ഇടണം. ഇപ്പുറത്ത് നമ്മൾ ബീഫ് വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ അതിലേക്ക് കുറച്ച് ഗരം മസാല, പെപ്പർ, പിന്നെ ഉപ്പ്, പിന്നെ ചെറുനാരങ്ങ പീറ്റുണ്ടായിരുന്നു തോന്നിട്ടാ. അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഇട്ടിട്ട് വെച്ചതാണ്. അത് വേവാൻ വേണ്ടിയിട്ടുണ്ട്. നമ്മളെടുത്ത് കുക്കറെന്ന് വെച്ചാൽ കുറേ അധികം വിസിലടിയണം, അങ്ങനെയാണ്. അപ്പോൾ ഇതാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ജീരകം, 2 പീസ് പട്ട, പിന്നെ ഗ്രാമ്പൂ അങ്ങനത്തെ ഒക്കെ ഇടണം കേട്ടോ. അങ്ങനെയാണ്. പിന്നെ ഏലക്കായൊക്കെ ഇടുന്നുണ്ട്. മന്തിൻ്റെ റൈസിൽ കുറച്ചും കൂടി ഇങ്ങനത്തെ സ്പൈസസ് അധികം ഇടുന്നത് നല്ലതായിരിക്കും കേട്ടോ. അങ്ങനത്തെ അരി ഏകദേശം കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് അരി അല്ല കേട്ടോ, വെള്ളം കുറച്ച് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് നമ്മൾ അരി ഇട്ടിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തിട്ട് ഇങ്ങനെ ഇളക്കിയിട്ട് ജസ്റ്റ് കുറച്ച് ഓയിലും കൂടി വെച്ച് കൊടുക്കണം, ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. അത് ഏത് ഓയിലായാലും പ്രശ്നമില്ല കേട്ടോ. നമുക്ക് നമ്മളെ കയ്യിലുള്ള ഓയിൽ വെച്ച് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ തന്നെ മിക്സ് ചെയ്യുന്നുണ്ട്. അതിന് നമുക്ക് ബീഫ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ബീഫ് റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് മസാലയൊക്കെ റെഡി ആക്കാണ്ട്. അതിന് വേണ്ടിയിട്ട് ഇപ്പം മഴ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഈച്ചയാണ് കേട്ടോ. അതൊന്ന് ഈച്ചൻ്റെ ശല്യമായിട്ട് പാറുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിലുള്ള 3 ക്യാപ്സിക്കം, പിന്നെ ഒരു പിടി മല്ലിച്ചപ്പ്, പിന്നെ കുറച്ച് പുതിന, പിന്നെ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞിട്ട് നല്ല ചതച്ചിട്ട് വെച്ചതാണ്. ഇച്ചിരി മതി കേട്ടോ, അത് ഒരു ഇച്ചിരി മതി. അങ്ങനെ നമ്മളെല്ലാം എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ ബീഫ് വന്നിട്ട് നല്ല സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തുറക്കാണ്. ഇനിയിപ്പം എന്താ നല്ല അടിപൊളിയായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. നല്ല പെർഫെക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പറഞ്ഞില്ലേ, ബീഫ് ഉണ്ടാക്കി കഴിയുമ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നുള്ളൂ, പ്രശ്നമില്ല. ഇനിയിപ്പോൾ നമ്മളിതാ സെറ്റാക്കുന്നത് ഈ ഒരു പാത്രത്തിലാണ്. ഒരു വലിയ ചെമ്പാകുമ്പോൾ നല്ല സ്പേസിൽ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ചോറുണ്ടാക്കിയത് കുറച്ച് കൂടിപ്പോയി കേട്ടോ. അതുകൊണ്ട് ചോറ് കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ടായിരുന്നു. വേറെ പ്രശ്നമൊന്നുമില്ല കേട്ടോ. പിന്നെ നിങ്ങളെ വീട്ടിൽ എത്ര ആൾക്കാരുണ്ട് അതിനനുസരിച്ചിട്ട് എടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതാ സെറ്റാക്കാണ് എന്താ പറയുന്നത് മസാലയൊക്കെ. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുക. നല്ല ചൂടുണ്ട് കേട്ടോ ബീഫ്. നല്ല പതൊക്കെ ഇങ്ങനെ ആവിയൊക്കെ ഇങ്ങനെ പറന്നു പോകുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ പാത്രത്തിലേക്ക് അങ്ങനെ നിരത്തിയിട്ട് ബീഫ് ഇട്ട് കൊടുക്കുക കേട്ടോ.
അങ്ങനത്തെ നല്ല ബീഫൊക്കെ നല്ലപോലെ നിരത്തി വെച്ചിട്ടുണ്ട് കേട്ടോ ഈ ഒരു പാത്രത്തിലേക്ക്. ഇനി ഇതിലേക്ക് കുറച്ച് ഗാർലിക്കും പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഗ്രീൻ ചില്ലി എടുത്തിട്ടുണ്ട് കേട്ടോ, ഒരു പിടി ഞാൻ പറയാൻ വിട്ടത് അന്നത്തെ. പിന്നെ അതുപോലെ തന്നെ കറിവേപ്പില, ക്യാപ്സിക്കം, പിന്നെ നമ്മൾ പുതിന, മല്ലിച്ചപ്പ് ഇതൊക്കെ ഒന്നിച്ചെന്നെ ഇടാം. ഒന്നിച്ചെന്നെ ഇട്ടിട്ട് മിക്സ് ആക്കലാണ് ഇത്. പിന്നെ ഇതിലാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് പറയാം. പിന്നെ നമ്മൾ ഇതിന് ആവശ്യമായിട്ട് 2 മാഗി ക്യൂബ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ 2ൻ്റെ ആവശ്യം വന്നിട്ട് ഓൾറെഡി നമ്മൾ ബീഫിൽ ഉപ്പിട്ടത് കറക്റ്റായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിട്ട് കഴിഞ്ഞാൽ കൂടി പോകുന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ ഇല്ലാട്ടത് ഇതൊന്നെങ്കിലും ഇടണം മാക്സിമം. എന്നിട്ട് മന്തിക്ക് മെയിനായിട്ട് വേണ്ടത് മാഗി ക്യൂബ് തന്നെയാണല്ലോ. അങ്ങനെ നമ്മൾ ഇതിലേക്ക് നമ്മൾ 2 സ്റ്റോക്കാണ് ഇട്ടിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റമാണ് സൺഫ്ലവർ ഓയിൽ കേട്ടോ. അത് ആ ഓയിൽ തന്നെ എടുക്കണം നമ്മൾ ഈ മാഗ്നേഷന് വേണ്ടിയിട്ട്, ഈ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. എന്താ വെച്ചാൽ മന്തിക്ക് വേണ്ടത് ഓയിൽ തന്നെയാണ് കേട്ടോ മെയിനായിട്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായിട്ടും ഇതെടുക്കണം കേട്ടോ, ഈ സൺഫ്ലവർ ഓയിൽ. അങ്ങനെ നമ്മളിതാ പിന്നെ ഇതിലേക്ക് കുറച്ചധികം തന്നെ ഗ്രാമ്പു, പിന്നെ മറ്റേ ഇതിൽ ഏലക്ക ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്നിങ്ങനെ തൊല്ലിയിട്ടിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊരു ഫ്ലേവർ വരാൻ വേണ്ടിയിട്ട് കുറച്ചധികം തന്നെ ഇട്ട് കൊടുക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് റെഡ് ഫുഡ് കളർ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അത് എത്ര നല്ലതല്ലാന്ന് അറിയാം, എന്നാലും കാണാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഇടുന്നതാണ്. അങ്ങനെ കുറച്ച് റെഡ് ഫുഡ് കളർ എന്തൊക്കെയെന്ന് വെച്ചാൽ ഇതിലേക്ക് ഡയറക്റ്റ് ഇട്ട് കൊടുക്കുന്നുണ്ടോ, കുറച്ചേ ഇടുന്നില്ലൂ. ഇനിയിപ്പോൾ ഇതിലേക്ക് ഇടുന്നത് മസ്റ്റായിട്ട് വേണ്ട ഒരു ഐറ്റം തന്നെയാണ് സൺഫ്ലവർ ഓയിൽ ഇട്ടാൽ കുറച്ചധികം തന്നെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് ഇട്ട ഐറ്റംസൊക്കെ നല്ലോണം ബീഫിലേക്ക് പിടിക്കുന്ന വിധത്തിൽ നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ ഓയിൽ കുറച്ചധികം തന്നെ ഇങ്ങനെ പൊന്ന് നിൽക്കണം, ആ ഒരു ടൈപ്പാണ് നിൽക്കേണ്ടത്. അങ്ങനെ നല്ലോണം ഓയിലൊക്കെ വെച്ച് നല്ലോണം മിക്സ് ചെയ്യാണ്. അങ്ങനെ നമ്മളെ മസാല ഇതാ അടിപൊളിയായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാണ് റെസ്റ്റിന് വേണ്ടിയിട്ട് ഒരു 10-15 മിനിറ്റ് റെസ്റ്റിന് വെക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇങ്ങനെ അടിപൊളിയായിട്ട് തന്നെ സെറ്റായിട്ടുണ്ട്. പിന്നെ ഇതാ ഇപ്പോഴത്തെ ചോറ് നല്ലപോലെ തടിച്ച് വന്നിട്ടുണ്ട്, നല്ലപോലെ സെറ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ ബീഫ് നമ്മളൊന്ന് ജസ്റ്റ് ഫ്ലെയിമിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ലോ ഫ്ലെയിം ആക്കിയിട്ടാണ് വെക്കുന്നുള്ളത്, ചെറിയ തീയിൽ വെച്ചാൽ മതി കേട്ടോ. അങ്ങനെ ഇതായത് ഏകദേശം തിളച്ചുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ, റെഡി ആയിട്ടാ. അങ്ങനെ നമ്മൾ അരി ഊറ്റാണ് കേട്ടോ. അങ്ങനെ ഒരു അരിപ്പയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഫുൾ അരി. കുറച്ചധികം തന്നെ റൈസായിരുന്നു കേട്ടോ നമ്മൾ ഉണ്ടാക്കിയത്. 2 പാത്രം നിറച്ചുണ്ടായിരുന്നു, ഇത്ര ആക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല കേട്ടോ. അങ്ങനെ നമ്മളിവിടെ സെറ്റാക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തേക്ക് വന്നിട്ട് സെറ്റാക്കുന്നുണ്ട് തായിരുന്നിട്ട്. പിന്നെ മസാല തീമ വെക്കുന്ന സമയത്ത് ഒന്ന് ചാർക്കോൾ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് കത്തിച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നല്ലൊരു മന്തി നല്ലൊരു ഫ്ലേവർ വരുമല്ലോ അതിന് വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിപ്പോൾ ഇതാ അത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് അത് പൊട്ടിച്ചിട്ട് അതിൻ്റെ ഇതിൽ കനലെടുത്തിട്ട് മാറ്റി. അങ്ങനെ ഇതാ അങ്ങനെ ഇപ്പോൾ ഇതാ സെറ്റാക്കാണ്ട് ദമ്മിടുന്നതാണ് ചെയ്യുന്നത്. അടിയിൽ മസാല അങ്ങനെ എടുത്തിട്ടാണ് അങ്ങനെ ഡയറക്റ്റ് മുകളിലേക്ക് മാത്രം ചോറിടാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ അടിയത്തെ മസാല അവിടെ തന്നെ വെച്ച് ഒന്നും എടുക്കാൻ നിന്നിട്ടില്ല. ഇനി മുകളിലേക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ റൈസ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ റൈസ് നമ്മൾ മുകളിലേക്ക് ഇടാൻ കേട്ടോ. പിന്നെ ബീഫ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ടൈം അതിൻ്റെ അടിയിലുണ്ടായിരുന്ന വെള്ളമാണ്. അപ്പോൾ അത് നമുക്ക് ഇതിന് മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കുക. നല്ലൊരു ടേസ്റ്റ് ഫ്ലേവർ ഉണ്ടാവും കേട്ടോ ആ ഒരു എന്താ പറയുന്ന വെള്ളത്തിന്.
അങ്ങനെ ഇതാ മന്തി നല്ല ദമ്മൊക്കെ ഇട്ട് സെറ്റാക്കിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കുറേ സമയം വെച്ചിട്ടുണ്ടായിരുന്നു, ഇത് അടച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കനലൊക്കെ ഇട്ടിട്ട്. എന്നിട്ട് അങ്ങനെ ദമ്മ് പൊട്ടിച്ചു. അങ്ങനെ ഇതാ മന്തി നമ്മളിപ്പോൾ ഇളക്കാണ് കേട്ടോ. ആ നടുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു, അത് എടുത്തിട്ട് ഇപ്പം മൊത്തത്തിലൊന്ന് ഇളക്കാണ്. അങ്ങനെ നല്ല പോലെ മിക്സ് ചെയ്തിട്ടാണ് മന്തിൻ്റെ ടെക്സ്ചർ എന്ന് പറയുമ്പോൾ ഇങ്ങനെയാണെന്നുണ്ടാകുന്നത്. ചില ആൾ മിക്സ് ആക്കാറില്ലായിരിക്കും, പക്ഷേ ഇങ്ങനെ നല്ലൊരു അടിപൊളി മന്തി. അങ്ങനെ വിളമ്പിയിട്ടാണ് നമ്മൾ എല്ലാവരും കഴിക്കുകയാണിപ്പം. എൻ്റെ സൈഡിലായിട്ട് ഇതൊരു ചമ്മന്തി ഉണ്ടാക്കിയിരുന്നുണ്ട് കേട്ടോ, തക്കാളി ചമ്മന്തി എന്നിട്ട് അത് നല്ല അടിപൊളിയായിരുന്നു. പിന്നെ മുട്ട പൊരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, വെറുതെ പൊരിച്ചാണ്. അങ്ങനെ ഇപ്പോൾ നമ്മൾ മന്തി എല്ലാവരും കൂടി കഴിക്കുകയാണ്. അങ്ങനെ നമ്മളെല്ലാവരും ഇട്ട് കഴിച്ചിട്ടാണ്, ഭയങ്കര അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും മസ്റ്റായിട്ട് ട്രൈ ചെയ്യേണ്ട ഒരു ഐറ്റം തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ എല്ലാവരും ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇത്ര തന്നെയാണ് ഇന്നത്തെ വ്ളോഗ്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെക്കും ബൈ.